നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഇൻ്റർഫേസിനെ കുറിച്ചാണ്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ. ഓക്കെ, നമുക്ക് 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ മുകളിൽ വന്നാൽ കാണാം. 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ക്രിയേറ്റ് എ ഡിസൈൻ, കസ്റ്റം സൈസ്, അപ്ലോഡ്. ഇത് 3 എന്താ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ, ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പ്രീസെറ്റ് ആയിട്ട് ആൾറെഡി ഒരുപാട് സൈസിൽ ഇവിടെ ഇട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പിലേക്കുള്ള ഒരു സാധനമാണെങ്കിൽ വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്താൽ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാനാണോ, എല്ലാത്തിനും നിങ്ങൾക്ക് പ്രീസെറ്റായിട്ട് ചെയ്ത് അത് നിങ്ങളൊരു സെപ്പറേറ്റ് സൈസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സാധനം ജസ്റ്റ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് തപ്പേണ്ട, കറക്റ്റ് സൈസ് ആയിരിക്കും. HD ഇമേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഫുൾ പ്രീസെറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് എന്ത്, കസ്റ്റം സൈസ്. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സൈസിൽ, ഇപ്പോൾ ഫ്ലെക്സുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നതാണ് ഇത്ര സൈസിലാണ് നമുക്ക് വേണ്ടത്. നോട്ടീസുകൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് സിഗ്നൽ അല്ലെങ്കിൽ സ്പെസിഫിക് സ്റ്റിക്കറുകൾ ഒട്ടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു നിശ്ചിത അളവിലാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത്. നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മില്ലിമീറ്റർ ആണോ, ഇഞ്ചാണോ, CM ആണോ ഒക്കെ നമുക്ക് അവിടെ പിക്സലാണോ എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിസൈൻ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെയാണ് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ അത് നിങ്ങൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, എവിടെയാണോ അത് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് നേരെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കും. ഞാനിപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചോളൂ. എക്സാമ്പിൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ആൾറെഡി പ്രീസെറ്റ് ആയിട്ട് ഉണ്ടാവും, അങ്ങനെയും കിട്ടും. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ ആദ്യം നമുക്ക് ഇൻ്റർഫേസ്, ഇതാണ് നമ്മളുടെ ഇൻ്റർഫേസ്. ഇവിടെയാണ് നമ്മളുടെ ലോകം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് പ്രത്യേകതകളും ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ഇതാണ് നമ്മളുടെ ഡിസൈനിങ് ഏരിയ. ഈ ഒരു വൈറ്റ് സ്പേസിലാണ് നമ്മുടെ ഡിസൈൻസ് ഉണ്ടാവുക. നമുക്ക് പുതിയൊരു പേജ് കൂടി വേണമെങ്കിൽ ഇവിടെ ആഡ് പേജ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു പേജ് കൂടി ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് എക്സിറ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അടിയിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതെല്ലാം ആൾറെഡി ഉണ്ടാക്കിയത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. ഇതും ആഡ് ന്യൂ, ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് നമ്മളിവിടെ പ്ലസ് പേജ്. ഇങ്ങനെയാണ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഫൈനലി ഞാൻ ഒരൊറ്റ പേജ് മാത്രമായി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു സൈഡാണ് നമ്മളുടെ ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ഇൻ്റർഫേസിൽ നിന്നാണ് നമ്മൾ ഓരോന്നും എടുക്കുക. ഇവിടെ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നമ്മൾ ടെംപ്ലേറ്റ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് തന്നെ അടുത്ത ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അഥവാ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ കിട്ടും. ഒരു 90% എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ടൈപ്പും എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കിഡ് എന്ന് അടിച്ചു കൊടുത്താൽ ആ കിഡിൻ്റെ ഗ്രാഫിക്സ് ഇമേജുകൾ നിങ്ങൾക്ക് അവൈലബിളാണ്. ഒരുപാട് കുട്ടികളുടെ പല രൂപത്തിലുള്ള കാർട്ടൂണുകൾ. ഇനി 3D വേണമെങ്കിൽ 3D എന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ എന്തും അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിളാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് ഇവിടെ അവൈലബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് കിഡിൻ്റെ ഫോട്ടോസ്, 3D ഫോട്ടോസുകൾ. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ബാക്ക്ഗ്രൗണ്ട് ഇതുണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ ക്ലിയർ ഉള്ള സാധനങ്ങളായിരിക്കും. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. എന്നാൽ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഫോട്ടോ എടുത്ത റിയൽ ഫോട്ടോകളായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ കിട്ടും. പിന്നെ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീഡിയോ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. ഷേപ്സ് അതല്ല, ഷേപ്സ് സ്പെസിഫിക് ആയിട്ട് ഒരു T എന്നടിച്ചു. ഇപ്പോൾ ടീൻ്റെ ഒരു ഷേപ്പ് ആണെങ്കിൽ നമുക്ക് T അവൈലബിൾ അല്ല, പകരം ഫ്രെയിം എന്നടിച്ചു. ഷേപ്സിൽ നമുക്കൊന്നും അടിക്കാതെ ഫ്രെയിമിലൊന്ന് വന്നു. ഷേപ്സ് ഓക്കെ, ഇതാണ് ഷേപ്സ്. നോക്കൂ, പല രൂപത്തിലുള്ള ഷേപ്സ്, സ്ക്വയർ, ഇങ്ങനത്തെ നിങ്ങൾക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പല ടൈപ്പ് ഇതുകൾ. അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് വലിച്ചിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഡിറ്റും ഡിസൈനും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള വേറൊരു സാധനമാണ് അത് സർക്കിൾ ഉണ്ടാവും. എല്ലാ ടൈപ്പ് ഷേപ്പുകളും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് ഫ്രെയിംസ്. ഫ്രെയിംസ് പറഞ്ഞാൽ ഈ ഫ്രെയിമുകൾ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു പുതിയ ഇമേജ് കൊടുത്തിട്ട് ആ ഫ്രെയിമിൻ്റെ സൈസിലേക്ക് വെക്കാൻ പറ്റും. എക്സാമ്പിൾ ഞങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം അടിച്ചാൽ നമുക്കിവിടെ ഫോട്ടോ വെക്കാനുള്ള ഒരുപാട് ഫ്രെയിമുകൾ തന്നെ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം,
മറ്റ് ഇമേജുകൾ നമുക്ക് കൊടുന്നിടാം. ഓക്കെ, ഇത് നമുക്ക് അവൈലബിൾ ആണ്. സോ കൂടാതെ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉള്ള ഒരു സാധനമാണ് എന്ത്, ചാർട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ചാർട്ട് എന്ന് പറയുന്നത് പല ടൈപ്പ് ചാർട്ടുകൾ ഞങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഡിസൈൻസിങ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ് പ്രസൻറ്റേഷൻസിനാണ് നമ്മളിത് അധികം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അപ്ലോഡ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം വേറെ ചാപ്റ്ററിൽ. പിന്നെ ടെക്സ്റ്റ് റിലേറ്റഡ് ടെക്സ്റ്റുകൾ കൊടുന്നിടുന്നത്, ടെക്സ്റ്റ് നേരെ നമുക്ക് വേർഡ്ക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ടെക്സ്റ്റ് ഇങ്ങോട്ട് വരും. അത് നമുക്ക് ഏത് ടെക്സ്റ്റും ആക്കിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫോണ്ടിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കണമെടുത്ത് നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാം. ഇതാണ് ടെക്സ്റ്റിൻ്റെ ഏരിയ. ഇവിടെ ആൾറെഡി പ്രീസെറ്റ് സാധനങ്ങളുണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് അതിമ ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ആപ്സ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓരോന്നും നമുക്ക് പരമാവധി ഇതിൽ ഈ ക്ലാസ്സിൽ തന്നെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, അഥവാ അവിടെ മുകളിൽ കണ്ട സെയിം സാധനം നിങ്ങളുടെ അടിയിലേക്ക് ഇറക്കിയിട്ടിട്ടുള്ള. സോ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വരക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം, കളർ സെലക്ട് ചെയ്യാം, ബ്ലാക്ക് വൈറ്റിലേക്ക്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് പ്രൊജക്റ്റുകൾ. അത് നിങ്ങൾ മുമ്പേ ചെയ്ത പ്രൊജക്റ്റുകളാണ് ഇവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇനി പുറത്ത് പോയിട്ട് എടുക്കാതെ ഇവിടുന്ന് തന്നെ പഴയ കുറച്ച് പ്രൊജക്റ്റുകൾ ഇവിടുന്ന്, ഇതിവിടെ ഇപ്പോൾ ഇന്ന് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. പിന്നെ ഇവിടെ നേരത്തെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് ഡീപ്പായിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം.